ഗോപകുമാർ, ശ്രീ ജി ഗോപകുമാർ, രാഷ്ട്രമുണ്ടെങ്കിലാണ് രാഷ്ട്രീയം ഉണ്ടാവുക. ആ വാക്ക് പലതവണ ആവർത്തിച്ച് പറയേണ്ടതായിട്ട് വരുന്നു. ചില കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ജനാധിപത്യപരമായിട്ടുള്ള അവകാശമുള്ള രാജ്യമായതുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് എന്ന് പറയാൻ പ്രതിനിധി സംഘങ്ങൾ വരെ ഇന്ത്യക്ക് പുറത്ത് മറ്റ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്ന സമയം കൂടിയാണ്. ഈ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയം ഇതാണോ? ഇതിനകത്തൊരു രാഷ്ട്രീയം കലരുന്നുണ്ടോ? രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവ് പാകിസ്ഥാന്റെ പ്രൊപ്പഗാൻഡ നടപ്പാക്കുകയാണ് എന്നുള്ള ഒരു ആരോപണം ശക്തമായി ബിജെപിയെ പോലെ ഭരണകക്ഷിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും അതിലൊരു പോസ്റ്റർ യുദ്ധം പോലും നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, ഇത് ഏത് തരത്തിലാണ് താങ്കൾ കാണുന്നത്? പൊതുവെ ഒരു യുദ്ധാന്തരീക്ഷം നടക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും തിരിച്ചടി കിട്ടുന്നത് പൊതുജനാഭിപ്രായത്തിനാണ്. യുദ്ധമാണെങ്കിൽ അത് പറയുകയും വേണ്ട. പബ്ലിക് ഒപ്പീനിയൻ ഈസ് ഓൾവേസ് എ കാഷ്വാലിറ്റി. ഇവിടെ യുദ്ധാന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. അത് ഇനിയും ഒഴിഞ്ഞു മാറിയിട്ടില്ല. ഇനിയും സാഹചര്യങ്ങൾ ഇതുപോലെ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, സാമാന്യ ബുദ്ധിക്കറിയാം. പാകിസ്ഥാനിൽ നിന്ന് ഇത്തരം പ്രൊവക്കേഷൻസ് വരും. നമുക്ക് നേരിടേണ്ട ഒരുപാട് വെല്ലുവിളികളുണ്ട്. എന്റെ ഒരു അഭിപ്രായത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ, ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും, ഇക്കാര്യത്തിൽ കൂടുതൽ പക്വത കാണിക്കണം. ആ മെച്യൂരിറ്റിയുടെ ഒരു കുറവ് ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ മധ്യപ്രദേശിലെ മന്ത്രി പറഞ്ഞ അബദ്ധവും അതും ആക്ഷേപിക്കേണ്ട കാര്യം തന്നെയാണ്. പ്രതിപക്ഷത്തിനകത്ത് നടത്തുന്ന ചില സ്റ്റേറ്റ്മെന്റ്സ്, പാകിസ്ഥാന് കൂടുതൽ വെയിറ്റേജ് കിട്ടി എന്നൊക്കെ പറയുന്നത്, അതൊന്നും അങ്ങനെയല്ല. വാസ്തവത്തിൽ ചെയ്യേണ്ട എന്താണ്? ഇങ്ങനെ ഒരു വാർ അറ്റ്മോസ്ഫിയർ ഉള്ളപ്പോൾ നമ്മൾ ഒരു കൂളിംഗ് ഓഫ് പീരീഡിന് കാത്തിരിക്കണം. കുറഞ്ഞ പക്ഷം അടുത്ത പാർലമെന്റ് വിളിക്കുന്നതുവരെയെങ്കിലും പ്രൊവക്കേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിന് മുന്നോട്ട് പോകാതിരിക്കണം. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചോദിക്കാം, ഡെലിഗേഷനുണ്ട്, അവിടെ ചോദിക്കാം. ഇപ്പോൾ തീർച്ചയായിട്ടും മറ്റ് രാജ്യങ്ങളിലേക്ക് ആൾക്കാരെ വിട്ടത് വളരെ നല്ല കാര്യം. കാരണം പബ്ലിക് ഡിപ്ലോമസി നമ്മൾ അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. രാജ്യത്തിന് പുറത്ത് നമുക്ക് വേണ്ടിയുള്ള ഒരു പൊതുജനാഭിപ്രായം ഉണ്ടാക്കാൻ നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തേ തീരും. നല്ല കാര്യം. ഭരണകക്ഷിയും പ്രതിപക്ഷത്തിലെ അംഗങ്ങൾ ഉള്ളതാണ് അതിലെ വിജയം. അങ്ങനെ പുറത്തേക്ക് നമ്മൾ ഒരു വോയിസ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ അകത്ത് ഇത്തരം ഘട്ടങ്ങളിൽ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കുക. അത് ഇപ്പോഴല്ല, ഒരു കൂളിംഗ് ഓഫ് ടൈം വേണമായിരുന്നു. അതിനു മുമ്പ് ഇത് പൊട്ടിത്തെറിക്കുകയാണ്. വാസ്തവത്തിൽ അത് ഒരുപാട് അപകടം ചെയ്തു. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ എന്നാണോ ആ കൂളിംഗ് ഓഫ് പീരീഡിനെ താങ്കൾ പറയുന്നതിന് ഇടപെടൽ ക്ഷമിക്കണം, അതാണോ അത്രയും അല്ല ഞാൻ സൂചിപ്പിച്ചല്ലോ. ഒന്നുകിൽ എല്ലാ പാർട്ടികളുടെയും ഡെലിഗേഷന്റെ ചർച്ചകൾ വരുമ്പോൾ അവിടെ ഇത് റേസ് ചെയ്യാം. അത് പലതും പാർലമെന്റിനകത്ത് പൊതുജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്ത് അത് കൂടുതൽ കോൺട്രവേഴ്സി കൊണ്ടുവരുന്നതിനകം ആൾ പാർട്ടി ഡെലിഗേഷന്റെ ചർച്ചകൾ എത്രയോ നടന്നു. ഇതിനിടയ്ക്ക് തന്നെ നടന്നു. പ്രധാനമന്ത്രി അറ്റൻഡ് ചെയ്തില്ല എന്നുള്ളൊരു പരാതി അവിടെയുണ്ട്. പക്ഷെ അതർവൈസ് പാർട്ടി ഡെലിഗേഷൻ എല്ലാവരും കൂടി ചേർന്നുള്ള മീറ്റിംഗ് വന്നു. അവിടെ ഇത് ചോദിക്കാം. രണ്ടാമത് ഇത് പാർലമെന്റ് വിളിച്ചുകൂട്ടുന്നതാണ് പ്രധാനം. ഞാനത് സൂചിപ്പിച്ചാണ്. അടുത്ത പാർലമെന്റ് ഇലക്ഷൻ അല്ല, പാർലമെന്റ് വിളിച്ചുകൂട്ടും. ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ഒരു പാർലമെന്ററി ജനാധിപത്യത്തിനകത്ത് മെച്യൂരിറ്റി കാണിക്കേണ്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ വളരെ പെട്ടെന്ന് ബ്രിട്ടനിൽ നടന്നൊരു കഥ പറയാം. 1982-83 കാലഘട്ടത്തിൽ ഫോക്ലാൻഡ് യുദ്ധം അർജന്റീനയുടെ മേൽ ബ്രിട്ടൻ അടിച്ചേൽപ്പിച്ചതാണ് എന്നുള്ളൊരു വലിയൊരു ആക്ഷേപം യുദ്ധം കഴിഞ്ഞ് ഏതാണ്ട് 1.5 വർഷത്തിന് ശേഷം അവിടുത്തെ പ്രതിപക്ഷ നേതാവ് മാർഗരറ്റ് താച്ചറിനെതിരെ കൊണ്ടുവന്നു. നീൽ കിന്നോക്ക് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പേര്. അദ്ദേഹം വെറുതെ അല്ല പറഞ്ഞത്, ഇതേപോലെ പ്രസംഗിച്ചങ്ങ് പോവുകയല്ല. ആക്ഷേപങ്ങൾ അദ്ദേഹത്തിന് ആവശ്യത്തിനുള്ള ഡേറ്റ ഉണ്ടായിരുന്നു. ആ ഡേറ്റ വെച്ച് അർജന്റീനയുടെ ഒരു സബ്മറൈനെ ടോർപിഡോ ചെയ്തത് പ്രൊവക്കേറ്റീവ് ആയിരുന്നു. നിങ്ങളത് അത് പ്രത്യേകിച്ച് അത് ഫയറിംഗ് ഡിസ്റ്റൻസിന് വളരെ ദൂരെ നിൽക്കുന്ന ഒരു സബ്മറൈനെ ടോർപിഡോ ചെയ്യുന്നത് എന്ത് തീരുമാനമായിരുന്നു എന്നുള്ളത് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റെക്കോർഡുകൾ കളക്ട് ചെയ്ത് ആ എവിഡൻസോടുകൂടിയാണ് പാർലമെന്റ് ചോദ്യം ചെയ്തത്. അത് താച്ചറിന് ഒന്നും പറയാൻ പറ്റിയില്ല. വളരെ ഡിഫൻസീവായി പോയി. സ്പീക്കർ താച്ചറിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് മറുപടി പറയാനുണ്ടെന്ന്. താച്ചർ പറഞ്ഞ മറുപടി ഡിഫൻസ് ഓഫീഷ്യലിനെതിരെ ഞാൻ നടപടിയെടുക്കുമെന്നാണ്. അതിന് തിരിച്ച് സ്പീക്കർ പറഞ്ഞ വ്യക്തമായൊരു മറുപടി, കൺസർവേറ്റീവ് പാർട്ടിയിലെ സെയിം പാർട്ടിയുടെ മെമ്പർ ആണെങ്കിൽ പോലും അവിടുത്തെ സ്പീക്കർ നിഷ്പക്ഷത അവിടെ വെളിയിൽ വന്നു. അദ്ദേഹം പറഞ്ഞത് ഒരു പാർലമെന്റ് മെമ്പറിന് അത് ചോദിക്കാനും അവകാശമുണ്ട്, അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥന്റെ ചുമതലയാണ്. അതുകൊണ്ട് രണ്ടുപേരും ചെയ്ത് കൃത്യമായ കാര്യമാണ്. ശരിക്കും ഈ യുദ്ധത്തിൽ അടിച്ചേൽപ്പിച്ചൊരു യുദ്ധമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു എന്ന് സ്പീക്കർ പറഞ്ഞു. ആ സബ്മറൈന്റെ പേര് ബെൽഗ്രാണോ എന്നാണ്. അങ്ങനെ ഒരു പാർലമെന്റ് സെഷൻ വിളിക്കുകയാണെങ്കിൽ അതിൽ ചോദിക്കും. പക്ഷെ ആ സെഷൻ വിളിക്കുന്നില്ലല്ലോ എന്നാണല്ലോ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. അങ്ങനെ ഒരു സെഷൻ വിളിക്കുന്നില്ല, അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നില്ല. പിന്നെ ഇത് എവിടെ പറയും?
അതല്ലേ ഞാൻ പറഞ്ഞ വാക്ക് കൂൾ ഓഫ്. അപർണ കേൾക്കുക, അപർണ, കൂളിംഗ് ഓഫ് പീരീഡ് എന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ കൂളിംഗ് ഓഫ് പീരീഡിന് ഒരു മിനിമം ടൈം കൊടുക്കണ്ടേ? നിങ്ങൾക്ക് ഒരു 2 മാസം കൊടുത്തുകൂടെ? എനിക്ക് എന്റെ കയ്യിൽ ടൈം കൊടുക്കാൻ ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ അതോറിറ്റി ഒന്നുമല്ല. പക്ഷെ കൂളിംഗ് ഓഫ് ടൈം വേണം. കാരണം അതാണ് അതിന്റെ പ്രധാന വിഷയം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൂളിംഗ് ഓഫ് പീരീഡ്? ഒരു പക്ഷേ നയതന്ത്ര തലത്തിൽ ഇന്ത്യ പുറത്ത് സന്ദർശനങ്ങൾ പ്രതിനിധി സംഘങ്ങളൊക്കെ നടത്തുന്നതുകൊണ്ടോ, അതോ മറ്റ് ലോകരാഷ്ട്രങ്ങൾ ഒരു പിന്തുണ നേടാൻ വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ടോ, അതോ സൈനിക ഓപ്പറേഷൻസുകൾ ഇപ്പോഴും അവസാനിക്കാത്തതുകൊണ്ട് എന്തുകൊണ്ടാണ് ആ കൂളിംഗ് ഓഫ് പീരീഡിന്റെ ആവശ്യം? എന്തുകൊണ്ടാണ് കൂളിംഗ് ഓഫ് പീരീഡ് ഇല്ലെങ്കിൽ രാജ്യത്തിനകത്ത് ഗവൺമെന്റിന്റെ പ്രവർത്തനം ദുർബലമാണെന്ന് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ശത്രുരാജ്യങ്ങൾ മനസ്സിലാക്കും. ഇതാണ് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കേണ്ടത്. രാജ്യം ഒറ്റക്കെട്ടാണെന്ന് കാണിക്കുമ്പോഴാണോ കൊച്ചു കൊച്ചു പാർട്ടികൾ വന്നിട്ട് ഗവൺമെന്റ് അങ്ങനെ ചെയ്യണമായിരുന്നു, ഇങ്ങനെ ചെയ്യണമായിരുന്നു, ഈ ചെയ്തത് ശരിയല്ല, ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റിംഗ് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിലെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ട്വിറ്റർ ഹാൻഡിൽസിലേക്ക് അത് പോകുന്നു. അത് അപകടമാണ്. രാഷ്ട്രീയ പാർട്ടികൾ പക്വത കാണിച്ചേ പറ്റൂ. ഇനിയും ഇത്തരം യുദ്ധാന്തരീക്ഷം വരുമ്പോൾ ഇത് പറഞ്ഞില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നറേറ്റീവ് മാറും, ആഖ്യാനം മാറും. അവിടെ ഒരു വശത്ത് തീവ്രദേശീയത വരും, മറുവശത്ത് പ്രതിപക്ഷത്തിന്റെ ആക്രമണം രാജ്യത്തിന്റെ ഐക്യത്തിനെതിരെയുള്ള ആക്ഷേപമായിട്ട് വരും. ഇത് രണ്ടും ദേശീയ ഐക്യത്തിന് ദുർബലമാക്കും. അപർണ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂളിംഗ് ഓഫ് ടൈം മസ്റ്റാണ്. അതിനൊരു സമയം പ്രിസ്ക്രൈബ് ചെയ്യാൻ ഞാൻ ആളല്ല. എന്തായാലും പാകിസ്ഥാൻ കുറച്ചാളത്തേക്കെങ്കിലും നമ്മൾ ഉപദ്രവിക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡെലിഗേഷൻ കൊടുക്കുമ്പോൾ പാർലമെന്റിനകത്തോ അതല്ലെങ്കിൽ ഡെലിഗേഷൻ വിളിച്ചു കൂട്ടുമ്പോൾ അവിടെ വെച്ചോ ചോദിക്കാമല്ലോ. ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് വിഴുപ്പലക്കണം എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത്. മാധ്യമങ്ങളുടെ മുമ്പിൽ വിഴുപ്പലക്കുമ്പോഴല്ലേ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ ഒരു വശത്ത് ശ്രമിക്കുന്നത്. മറുവശത്ത് രാജ്യം ഒറ്റക്കെട്ടാണെന്നൊരു സന്ദേശം കൊടുക്കേണ്ട സമയത്ത് കൂളിംഗ് ഓഫ് പീരീഡ് വേണ്ടേ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഗവൺമെന്റ് അല്ല, രാജ്യമാണ്. നിങ്ങൾ തുടങ്ങി വെച്ചതല്ലേ? രാഷ്ട്രമാണ് വലുതെന്നല്ലേ പറഞ്ഞത്? അപ്പൊ രാഷ്ട്രമാണ് രാഷ്ട്രീയത്തെക്കാൾ വലുതെങ്കിൽ ഇത് കൂളിംഗ് ഓഫ് ടൈം അത്യാവശ്യമാണ്. അവിടെയാണ് പാർട്ടികൾ പരാജയപ്പെട്ടത്. ഓക്കെ റൈറ്റ്. ഒന്ന് ഇടപെട്ട് ഞാൻ തിരികെത്ത ശ്രീ സി പി സത്യൻ, ഏത് തരത്തിലേക്ക് ഇത് കൊണ്ടുപോകുന്നു? ഒരു ബീഹാർ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു, സംസാരിച്ചു എന്നുള്ള ഒരു കാര്യം മുൻനിർത്തിയാണ് ഈ വിമർശനങ്ങളൊക്കെ നടന്നത്. ഇത് പക്ഷേ കോൺഗ്രസിന് ഗുണകരമായിട്ട് വരുന്നുണ്ടോ? പലതിലും ഡാറ്റയില്ല, പലതും തിരുത്തേണ്ടതായിട്ട് വരുന്നു. പൂഞ്ചടക്കമുള്ള വിഷയങ്ങൾ ഇത് പ്രസ്താവനയാണെന്ന് പറഞ്ഞാലും ഇതൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയം ഈ കൂളിംഗ് ഓഫ് പീരീഡ് എന്ന് പറയുന്നത് അതിപ്പോഴും കഴിഞ്ഞിട്ടില്ല. പ്രതിനിധി സംഘങ്ങളെ പുറത്തേക്ക് ഇന്ത്യ അയച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് ഒരു പക്ഷേ ഇതൊരു വല്ലാത്തൊരു എടുത്തുചാട്ടം കാണിക്കുന്നു. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു മുതിർന്ന നേതാവ് ഈ തരത്തിലായിരുന്നില്ല പ്രതികരിക്കേണ്ടത് എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോലും പറഞ്ഞൊരു സാഹചര്യത്തിലേക്ക് പോകുമോ? ഇത് ഗുണകരമാണോ കോൺഗ്രസിന്? അവരുടെ നമ്മളിതിനെ